Hi friends, welcome back to our channel Momicon Kerala. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അപ്പത്തിന്റെയും പുട്ടിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കടലക്കറിയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല കൊഴുപ്പുള്ള ഒരു കടലക്കറിയാണ് ഇത്. ഇത് നമ്മളോട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയ അനുജ റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കടല തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇത്. ഇനി നമുക്ക് ഈ കടല നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നഗയ്ക്ക വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടലയ്ക്ക് മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാള വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തേക്കുവാണ്. പിന്നെ ഒരു 4 വെളുത്തുള്ളി ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വന്ന വരെ വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ നമ്മുടെ കറി കടുക് വറുക്കാൻ വേണ്ടി ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുവാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളെല്ലാം നമുക്കൊരു ഫ്രൈ പാനിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ മസാലകളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്കൊരു നല്ല കളറും കിട്ടും, അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇങ്ങനെ നമ്മളിത് റോസ്റ്റ് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഒരു പൊടി മൂത്ത ഒരു നല്ല മണം വരും. ആ സമയം നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ മസാല ഇവിടെ നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വയ്ക്കുകയാണ് ഇവിടെ. ഇനി നമ്മൾ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന കടല ഒരു ചെറിയ തവി ഇതുപോലെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുകും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി സവാള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ സവാളയെല്ലാം ഇവിടെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന കടല കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറിക്ക് ഒരു ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ചു വെച്ചിരുന്ന കടല ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ അങ്ങനെ നമ്മുടെ കറിക്ക് നല്ല തിളയൊക്കെ ഇവിടെ വന്ന് ഗ്രേവി കുറുകിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചങ്ങടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കറി മാറ്റി വയ്ക്കാം. കാരണം ഇനി ഈ കറി ഇരുന്ന് കുറുകും. ഈ ഒരു കടൽക്കറി നമുക്ക് അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.